കേരളത്തോട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരു ദുരന്തബാധിത സംസ്ഥാനത്തോട് ഒരു രീതിയിലും സ്വീകരിക്കരുതാത്ത നിലപാടാണ് കേരളത്തിന്റെ പ്രതിനിധിക്ക് ഇന്നലെ നൽകിയ കത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് സഹമന്ത്രി പ്രഖ്യാപിച്ചത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ കേന്ദ്രത്തോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു വിധത്തിലും കേരളം ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത ഒരു ദുരന്ത സമീപനമാണ് ആദ്യഘട്ടത്തിൽ ഇന്നലത്തെ കത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സഹമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. കാത്തിരിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണമുണ്ട്. IMCTയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 110 ദിവസം പിന്നിടുകയാണ്, 109 ദിവസം. ഇത്ര കാലമായിട്ടും ആലോചന നടത്താറായിട്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുമോമോട്ടോ എടുത്തൊരു കേസിൽ ഒക്ടോബർ 4 കോടതി കാണുമ്പോൾ കേരളത്തിലെ കോടതിയിൽ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിലെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടത് കേരളം ചോദിച്ച 3 കാര്യങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഇനി എത്ര നേരം വേണം നിങ്ങൾക്ക് വിവരം നൽകാൻ എന്നാണ്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ത്രിപുരയ്ക്കും സിക്കിമിനും ആന്ധ്രയ്ക്കും ഉപാധികൾ കൂടാതെ ദുരന്ത സഹായം ലഭിച്ചു എന്നും തമിഴ്നാട്ടിനും കർണാടകയ്ക്കും സഹായം ലഭിച്ചത് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. SDRF പണം ഉപയോഗിച്ച് വയനാട്ടിൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ചെലവഴിക്കാൻ കേന്ദ്രം രേഖാമൂലം ഉത്തരവ് നൽകാൻ തയ്യാറുണ്ടോ എന്നും റവന്യൂ മന്ത്രി ചോദിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ മനസ്സിൽ തീ കോരിയിടുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും മന്ത്രി പറഞ്ഞു.